ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ പാലക് കീമ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ പാലക്ക് ഒരു ബഞ്ച് എടുക്കുക, അത് നല്ലോണം ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ബോൺലെസ് ചിക്കൻ ഒരു ബൗള്, അതും ഇതുപോലെ തന്നെ ബോയിൽ ചെയ്ത് കീമയാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച പാലക്ക് അതിലേക്കിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതും ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ആ വെള്ളത്തിൽ നല്ലോണം പാലക്ക് നല്ലോണം വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് കഷ്ടി വേവിച്ചാൽ മതി, ഒരുപാട് വേവിക്കരുത്. വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്കൊരു ജീരകത്തിൻ്റെ പൗഡർ, ഒന്നുകിൽ ജീരക പൗഡർ അല്ലെങ്കിൽ ഹോൾ ജീരകം ഇട്ടാലും കുഴപ്പമില്ല. 2 പട്ട, 2 ഗ്രാമ്പു, 2-3 ഏലക്കായ, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ അതിനകത്തേക്ക് ഇടുക. ഓണിയനും ഇട്ട് നല്ലൊരു ഇളം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനകത്തേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ പിന്നാലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ചെയ്യണം, എല്ലാം ഒന്നും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നല്ലോണം ആഡ് ചെയ്ത് പച്ചമുളകും കൂടി ആഡ് ചെയ്യുക അരിഞ്ഞ് വെച്ചത്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി, അപ്പോൾ കളറ് നല്ലോണം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇടുക, കുറച്ച് ഗരം മസാല പൗഡർ ഇടുക, ഉപ്പിടുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യണേ, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇത് നല്ലോണം വഴന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലോണം നമ്മുടെ തവി വെച്ചിട്ട് തന്നെ എല്ലാം ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. അത് നല്ലോണം യോജിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാലക്ക് നമ്മൾ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം തവി വെച്ചിട്ട് നല്ല മാഷ് ചെയ്ത് കൊടുക്കുക, നല്ല അത് യോജിച്ചാവുള്ളൂ. അത് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ്റെ കീമ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതേപോലെ തന്നെ നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. അടച്ചൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. വച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല യോജിച്ച് നല്ല കഴിക്കാൻ പാകത്തിനുള്ള പരുവത്തിലായിട്ടുണ്ടാവും. അത് ഒന്നുകൂടി ഒന്ന് ഇളക്കി അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക്ക് ചിക്കൻ കീമ നമുക്ക് കിട്ടും. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. ഇതധികം എരിവൊന്നും ഉള്ളതല്ല, അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കും. ബോണൊന്നും ഇല്ലാത്തതല്ല, കീമ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കല്ലേ.